ഹായ്, എല്ലാവർക്കും സുഖല്ലേ? എല്ലാവർക്കും നമ്മള് സ്വീറ്റിലേക്ക് സ്ഥലത്ത്. അപ്പൊ ഞാൻ എന്താ ഇങ്ങനെയൊക്കെ തുറന്നിട്ടിട്ട് അലമാരൊക്കെ തുറന്നിട്ടിട്ട് കാണിക്കണമെന്നല്ലേ, ആകെ മെസ്സി ആയിട്ട് എടുക്കണം. അവിടുന്ന് വലിച്ച് ഇവിടെ വാരിയിട്ട്. ഇതാണ് എൻ്റെ മേക്കപ്പിന്റെ ഒരു ലോകാണിത്. എല്ലാ സാധനങ്ങളും ഉള്ളത് കണ്ടില്ലേ? മേക്കപ്പ് ഐറ്റങ്ങള് കാര്യങ്ങള് ഇതാണ് എൻ്റെ, കണ്ടില്ലേ? അപ്പൊ ഇതാകെ കച്ചറായിട്ട് എന്ന് പറഞ്ഞാൽ ആകെ ഒരു അടുക്കും ചിട്ടയൊന്നും ഇല്ലാണ്ട് ഇരിക്കുകയാണ്. ഞാൻ നാട്ടിലല്ലായിരുന്നു. നാട്ടിൽ പോയി വന്നപ്പം ആകെ ഇതായിട്ട് കിടക്കിയിരുന്നു. അതിൽ ഞാൻ കുറച്ച് പ്രൊഡക്റ്റ് ഒക്കെ നാട്ടിലേക്ക് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പം എന്താ പറയുക, ആകെ മെസ്സിയായിട്ട് കിടക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് ക്ലീൻ ആക്കണം. ആ ക്ലീൻ ആക്കണത് നിങ്ങളുടെ അടുത്തും കൂടി കാണിച്ചു തരാമെന്ന് വിചാരിച്ചു, എന്തൊക്കെ പ്രൊഡക്റ്റുകളാണ് എന്തൊക്കെയാണെന്ന്. അപ്പോൾ ഞാനൊരു ബാഗ് വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ. ആ ബാഗ് കാണിച്ചു തരാം. കണ്ടില്ലേ ബാഗ്? ഇതിൽ കുറേയൊക്കെ ഇങ്ങനെ നമുക്ക് ബ്രഷ് അതിൻ്റെയൊക്കെ വെക്കാൻ പറ്റും. നല്ല അടിപൊളിയാണ്. മിഷോന്ന് വാങ്ങിച്ചു, 2 സൈഡ് ഉണ്ട്. അപ്പോൾ ഇതിങ്ങനെ ഇവിടെ വെക്കാൻ പറ്റണില്ല. അപ്പം ഞാനിത് അടിപൊളിയായിട്ടൊന്ന് വെക്കണം. അപ്പം ഞാനത് ഓർഗനൈസ് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ടുള്ളത് ബാഗ്, ബ്രഷും കാര്യങ്ങളൊക്കെ ഇങ്ങനെ വെച്ചിരിക്കുകയാണ് ഇവിടെ. കണ്ടില്ലേ, ഇവിടെ ഇങ്ങനെയൊക്കെ വെച്ചിരിക്കുകയാണ്. ഇതിലൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ ആയിട്ട് ഇരിക്കുകയാണ്. അപ്പം ഇതൊക്കെ ഇങ്ങനെ വെക്കുമ്പോൾ ഈ പെട്ടി, ഇതാണ് എൻ്റെ മേക്കപ്പ് ബോക്സ് എന്ന് പറഞ്ഞിട്ട്. ഈ പെട്ടി ഞാൻ നാട്ടിലേക്ക് പോകുമ്പോൾ ഞാൻ കൊണ്ടുപോവുക ചെയ്യൽ. ഇതിലാക്കിയിട്ട് നാട്ടിലേക്ക് പോകുമ്പോൾ എല്ലാം എടുത്തിട്ടിട്ട് ഇതിലിട്ടിട്ട് ഞാൻ കൊണ്ടുപോകും. അപ്പം ഇതിവിടെ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിങ്ങനെ സ്ഥലത്തിന് കുറവ് വരുന്നുണ്ട്. അപ്പം ഞാനിത് മേലേക്ക് വെച്ചിട്ട് ഇതൊക്കെ ഒന്ന് സെറ്റ് ചെയ്യാം. ആവശ്യമുള്ള സാധനങ്ങൾ ഇവിടെ വെച്ചിട്ട് നമ്മൾ പിന്നീടൊക്കെ വരുന്ന സാധനങ്ങളൊക്കെ പെട്ടിയിലാക്കിയിട്ട് മേലേക്ക് വെക്കാമെന്ന് വിചാരിച്ച്. അപ്പോൾ അതിനുള്ള പണികളാണ്. കണ്ടില്ലേ, ഒരു ലോഡ് സാധനം ഉണ്ടല്ലേ. ചിലരുടെ അടുത്ത് ഇതിനെക്കാട്ട് കൂടുതലുണ്ടാവും. എന്നാലും എൻ്റെ അടുത്ത് കുറച്ച് സാധനങ്ങളൊക്കെ ഉള്ളൂ കേട്ടോ. അപ്പം നിങ്ങളുടെ അടുത്ത് കാണിച്ചു എന്തൊക്കെയാണ് ഉള്ളത്. കണ്ടില്ലേ, ആകതായിട്ട് കിടക്കണം. ഇതാണ് മുല്ലപ്പൂവാണത്, കണ്ട. പിന്നെ ഇതിൻ്റെ വാച്ചിൻ്റെ ഇട്ടാണ് മുല്ലപ്പൂവെന്നല്ല, ഇതിങ്ങനെ വാച്ചിൻ്റെ ഇതാണ് എന്താ പറയുക, ചാർജർ തൂക്കിയിട്ടിരിക്കുകയാണ്. പിന്നെ കമ്മലിൻ്റെ ബോക്സാണ്. ഇതൊക്കെ ഞങ്ങളടുത്ത് ഷെയർ ചെയ്തിട്ടില്ലേ. പിന്നെ ഷെയർ ചെയ്യാത്തതൊക്കെ ഉണ്ട് കേട്ടോ. അതൊക്കെ ഞാൻ കാണിച്ചു തരാം. പിന്നെ ഇത്ര സാധനങ്ങൾ നമുക്ക് അടക്കി പെറുക്കിയിട്ട് വെക്കണം. ഇതാണ് എൻ്റെ കോമ്പാക്ട് ഫിറ്റ്മിയുടെ. പിന്നെ ഇത് മേബ്ലിൻ്റെ, ബോബി ബ്രൗണിൻ്റെ, ലാക്മിയുടെ BB ക്രീമാണ്. ഇതെന്താ, നമ്മുടെ മേക്കപ്പ് ഫിക്സറാണ്. ഈ കുഞ്ഞിതുണ്ടല്ലോ, ഈ കുഞ്ഞത് പർപ്പിളിന്ന് നമുക്ക് ഫ്രീ ഗിഫ്റ്റ് കിട്ടില്ലേ, അങ്ങനെ കിട്ടിയിട്ടുള്ളതാട്ടോ. അത് നല്ല അടിപൊളി കേട്ടോ, നല്ല രസമുണ്ട്. BB ക്രീമാണ്, നല്ല അടിപൊളിയുണ്ട്. എൻ്റെ മുഖത്തേക്ക് നന്നായി സൂട്ട് ചെയ്യുന്നുണ്ട് എനിക്ക് തോന്നി. നല്ല ഇത് സൂപ്പറായിട്ടുണ്ട് പ്രോഡക്റ്റ്. പിന്നെ ഇത് ലാക്മിയുടെ ഫൗണ്ടേഷൻ ഇവിടെ ഉണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് അവിടെ നിന്ന്. ഇതും എനിക്ക് ഗിഫ്റ്റ് കിട്ടിയിട്ടുള്ളതാണ് പർപ്പിളിൽ നിന്ന്. നല്ല കോമ്പാക്ട്. ഇത് ബോൺസറാണ്. അപ്പോൾ ഇതൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് വയ്ക്കണം. ഇത് നല്ലൊരു അടിപൊളി മോയ്സ്ചറൈസറാണ്. അടിപൊളി എന്ന് പറഞ്ഞാൽ ഒരു അടിപൊളി മോയ്സ്ചറൈസറാണിത്. സൂപ്പർ പ്രോഡക്റ്റാണിത്. ഇതിനെ പറ്റിയിട്ട് ഞാൻ പിന്നെ പറഞ്ഞുതരാം. അപ്പോൾ ഇതൊക്കെ നമുക്കൊന്ന് സെറ്റ് ചെയ്തെടുക്കാം. ഇതൊക്കെ ഇപ്പം ഒന്ന് ആകെ ഇതായിരിക്കണം. ഇതിലൊക്കെ ഇവിടെയൊക്കെ പൊടി പിടിച്ചിരിക്കണം. ഇതൊക്കെ ഒന്ന് സെറ്റ് ചെയ്തിട്ട് എടുക്കണം. കണ്ടില്ലേ, ഈ കണ്ണാടി നല്ല അടിപൊളി കേട്ടാ. ഈ സംഭവം ഇത് ഇങ്ങനെ ആക്കിയിട്ടുണ്ടെങ്കിൽ നമുക്കിത് അടുത്തായിട്ട് ഫേസ് കാണാം. അല്ലെങ്കിൽ ഇതിങ്ങനെ നമ്മളെ ഫേസ് സാധാ കണ്ണാടി പോലെ ഇത് 2 ഇതായിട്ട് ബിഗായിട്ട് കാണിക്കും. അങ്ങനത്തെ ഇതാണ്, നല്ല അടിപൊളി ഇതാണ്. പിന്നെ അപ്പോൾ തുടങ്ങല്ലേ, എന്നിട്ട് കാണിച്ചിട്ട് സെറ്റ് ചെയ്തതിന് ശേഷം ഞങ്ങളെടുത്ത് കാണിച്ചു തരാം കേട്ടോ. ഒരു സാധനം കൂടി കാണിച്ചു തരാം കേട്ടോ. അവിടെ ആകെ മെസ്സി ആയിട്ടാണ് കിടക്കുന്നത്. ഇതിൻ്റെ സാരിയാണ് കേട്ടോ. അതൊക്കെ സുനിയേട്ടൻ്റെ സെക്ഷൻ, അലമാര, എന്താ പറയുക, ഡ്രസ്സ് വയ്ക്കുന്ന സെക്ഷൻ ഇതൊക്കെയാണ്. അപ്പോൾ ഞാനിവിടെ എൻ്റെ കമ്മലും വളകളും ഇതൊക്കെ കൊണ്ടുവന്ന് വെച്ചിട്ട് ഇവിടെ ആകെ ഞാനിവിടെ കുറച്ചൊക്കെ എടുത്ത്. മൂപ്പർക്ക് ആകെ കുറച്ച് സ്ഥലമുള്ളൂ. പെണ്ണുങ്ങളുള്ള എന്താ പറയുക, എല്ലാ വീട്ടിലും ഇങ്ങനെ തന്നെയല്ലേ, എന്താണ്, ഇതുള്ള സ്ഥലത്തൊക്കെ എല്ലാം കൂടി കൊണ്ടുകൊടുക്കും. ആണുങ്ങൾക്ക് സ്ഥലം ഉണ്ടാവില്ല എന്ന് പറഞ്ഞ് എപ്പോഴും പരാതി. അതുപോലത്തെ അവസ്ഥയാണ്. അപ്പോൾ ഇതും കൂടി ഉണ്ട്. ഇതൊക്കെ ഒന്ന് എടുത്തിട്ട് ആ ഭാഗത്തേക്ക് വെക്കണം. അങ്ങനെയൊക്കെ ആയിട്ട് സെറ്റ് ചെയ്യണം. അപ്പോൾ
സെറ്റ് ചെയ്തിട്ട് കാണിക്കട്ടാ. ആദ്യമൊക്കെ ഞാൻ ഒക്കെ എടുത്തിട്ട് കട്ടിൻ്റെ മുകളിൽ വെക്കുക കേട്ടോ. പിന്നെ ഒക്കെ ഫുള്ള് അവിടുന്ന് കബോർഡിൽ നിന്ന് ഒഴിവാക്കിയതിൻ്റെ ശേഷം പിന്നെ അടിപൊളിയായിട്ട് സെറ്റ് ചെയ്യാൻ വിചാരിച്ചു. അപ്പോൾ ഞാനൊക്കെ കിടക്കണ മീതൊക്കെ എടുത്ത് വെക്കുകയാണ്. ഓരോന്നായിട്ട് എടുത്ത് വെച്ചുകൊണ്ടിരിക്കുക കേട്ടോ. പിന്നെന്താണ് കുറേ സ്ലൈഡും ഇതൊക്കെ ആയിട്ട് ആകെ പൊടി പിടിച്ചിട്ടുണ്ട്. സ്ലൈഡായിട്ടില്ല, നല്ല നമ്മൾ യൂസ് ചെയ്യാണ്ട് കബോർഡ് ഇങ്ങനെ അടച്ചിട്ടിട്ടായിട്ട് നല്ല പൊടി പിടിച്ചിട്ടുണ്ട്. ഞാൻ കുറച്ച് സാധനങ്ങൾ നാട്ടിലേക്ക് പോകുമ്പോൾ ദീപാവലി വെക്കേഷൻ പോകുമ്പോൾ ഞാൻ ജസ്റ്റ് 15 ദിവസത്തെ ലീവല്ലേ, അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ളൊരു ചെറുതായിട്ടുള്ളൊരു ചെറിയൊരു മേക്കപ്പ് ബോക്സിൻ്റെ കിറ്റായിരുന്നു ഞാൻ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു നമുക്ക് ആവശ്യത്തിനുള്ളത്. പിന്നെ ഞാനവിടെ 2 മാസത്തോളം അവിടെ നിൽക്കേണ്ടി വന്നു. അപ്പോൾ പിന്നെ ഇവിടെ അതൊന്നും ആരും ശ്രദ്ധിക്കാനോ ഇതാക്കാനില്ല, മക്കൾ മാത്രമല്ലേ ഉണ്ടായിരുന്നില്ല. അപ്പോൾ അങ്ങനെ ഡസ്റ്റ് സാധനങ്ങളൊക്കെ ഞാൻ ഇട്ടിട്ട് ഇതിലൊക്കെ ആക്കി വെച്ചിട്ടുള്ളത് കാലിയാണ്. നമ്മുടെ ത്രെഡിൻ്റെ ഷേപ്പറില്ലേ, അതാണ്. മനസ്സിലായോ? ഒരുപാട് സാധനങ്ങളൊക്കെ മിസ്സായി കിടക്കണം കുട്ടിയിൽ. ഇത് കുറച്ച് വലിച്ച് ഇടാണ്ട്. ക്ലീനിങ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ വീഡിയോ എടുക്കാൻ വിചാരിച്ച ക്ലീനിങ് നല്ല തുടച്ച് വൃത്തിയാക്കി അടിപൊളിയായിട്ട് ഞാൻ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഞാൻ ഒക്കെ പെട്ടെന്ന് കിട്ടണ രീതിയിൽ ഞാനൊക്കെ അടിപൊളിയായിട്ട് വെച്ചെന്നാണ് എൻ്റെ ഒരു ഇത്. അത് നിങ്ങൾ പറയണേട്ട് എങ്ങനെ ഉണ്ട് എന്നൊക്കെ സെറ്റ് ചെയ്തത്. അപ്പോൾ ഈ കമ്മലുകളുടെ സെക്ഷൻ ഞാൻ കാണിക്കാത്തത് കണ്ടിട്ട് മീഷോന്ന് ഞാൻ 2-3 കമ്മലൊക്കെ വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഞാൻ നിങ്ങളുടെ അടുത്ത് പിന്നീട് കാണിച്ചു തരുന്നുണ്ട്, ഷെയർ ചെയ്ത് തരുന്നുണ്ട്. പിന്നെ അപ്പോൾ ഇതൊക്കെ ചെയ്ത് പിന്നെ വലിപ്പമൊക്കെ ഉണ്ടായിരുന്നു. വലിപ്പമുകളിൽ ഞാൻ ഒക്കെ അടിപൊളിയായി സെറ്റ് ചെയ്ത് പിന്നെ മേലേക്ക് പെട്ടിയൊക്കെ എടുത്തു വെച്ചു. അങ്ങനെ മേപ്പൊട്ടും ഒന്ന് സെറ്റ് ചെയ്ത് വെച്ചു. കുഞ്ഞിൻ്റെയൊക്കെ ഉണ്ടാവും അതിലൊക്കെ സെറ്റ് ചെയ്ത് വലിപ്പയിലും കുറച്ച് സാധനങ്ങൾ ഡ്രോയറിൽ കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ സെറ്റൊക്കെ ചെയ്ത് അടിപൊളിയായി ഞാൻ തളർന്നു ഗൈസ്. അപ്പോൾ അത്രയേ ഉള്ളൂ സെറ്റിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞത്. ഞാനതിവിടെ അടിപൊളിയാക്കി വെച്ചിട്ടുണ്ട്. എല്ലാവർക്കും ഇഷ്ടമായില്ലേ? ഈ കുഞ്ഞു വീഡിയോ ആകുമ്പോൾ എല്ലാവർക്കും ഇഷ്ടമായിട്ടൊക്കെ എന്തായാലും സപ്പോർട്ട് ചെയ്യാനായിട്ട് തന്നെ. വേറെന്താണ് എൻ്റെ വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കും കേട്ടോ. അപ്പം ഞാൻ അടുത്ത വീഡിയോ ഇട്ട് തരുന്നുണ്ട്. കുഞ്ഞു വീഡിയോകളായിട്ട് കാരണം ഞാൻ നാട്ടിലിരുന്ന് ഇവിടെ വന്നിട്ട് ഇങ്ങനെ ഓരോന്നായി സെറ്റാക്കി വരുമായിരുന്നു. അപ്പോൾ